ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പാതാളത്തിൻ്റെ വിളിയാണ് നാം കേട്ടത്. ലാസറിനെ ഒന്നങ്ങോട്ട് അയക്കണമേ, ലാസറിനെ ഭൂമിയിലേക്ക് നയിക്കണമേ. അവൻ ചെന്ന് അവനുടെ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെല്ലാം അവൻ സാക്ഷ്യം പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. അത് പാതാളത്തിൻ്റെ നിലവിളിയാണ്, പാതാളത്തിൻ്റെ വിളി. എന്നാൽ സ്വർഗം വിളിക്കുന്നുണ്ട്. സ്വർഗത്തിൻ്റെ വിളി എന്താണ്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് വായിക്കാം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടോ, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട്, അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആരെ അയക്കേണ്ടു? സ്വർഗത്തിലെ ദൈവം വിളിച്ചു ചോദിക്കുകയാണ്, ഞാൻ ആരെ അയക്കേണ്ടു? ആര് നമുക്ക് വേണ്ടി പോകും? നശിച്ചു പോകുന്ന ജനത്തിൻ്റെ ഇടയിലേക്ക് ഞാൻ ആരെയാണ് അയക്കേണ്ടത്? ഞാൻ ആരെ അയക്കേണ്ടു? ആര് നമുക്ക് വേണ്ടി പോകും? ജനം ഒന്നും അറിയാതെ അന്ധരായി ജീവിക്കുന്നു. കാലത്തിൻ്റെ ഗതികൾ അറിയുന്നില്ല, സംഭവങ്ങളുടെ വിഗതികൾ ഗ്രഹിക്കുന്നില്ല. എന്തെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആരും അറിയുന്നില്ല. നാം എല്ലാം ഇവിടെ വസിക്കുന്നു, ഒരുവിധം സുഖമായി കഴിയുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുകയാണ്, അറിയുന്നില്ല. എപ്പോഴാണെല്ലാം പൊട്ടിത്തെറിക്കുന്നതും അറിയുന്നില്ല, എപ്പോഴാണെല്ലാം നശിക്കുന്നതും അറിയുന്നില്ല. അപ്പോസ്തലനായ പത്രോസ് 2-ാമത്തെ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ പറയും, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമി അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ഇന്ന് കാണുന്ന ഈ ആകാശവും അന്തരീക്ഷവും മാറും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും, ഭൂമിക്ക് അടിയിലുള്ളതായ ധാതുക്കളും ലവണങ്ങളും എല്ലാം കത്തി അഴിയും. ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. ഭൂമിമേൽ മനോഹരമായി പണിയുന്ന കെട്ടിടങ്ങളുണ്ടല്ലോ, എല്ലാം വെന്തുപോകും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. കൊടുമുഴക്കമുണ്ടാകും, വലിയൊരു ഭൂകമ്പം ഉണ്ടാകും, വലിയൊരു പ്രളയം ഉണ്ടാകും, അഗ്നിപ്രളയം ഉണ്ടാകും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഇവയൊക്കെ അഴിവാനുള്ളതായിരിക്കിയാൽ നാം ഓരോരുത്തരും എത്ര ജാഗ്രതയോടെ നിൽക്കേണ്ടതാണെന്നാണ് തുടർന്ന വാക്യത്തിൽ കാണുന്നത്. ഇവയൊക്കെ അഴിവാനുള്ളതായിരിക്കിയാൽ നാം ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുവാനുമുള്ള ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങളെത്ര ശ്രദ്ധാലുക്കളായിരിക്കേണ്ടതാണ്, നിങ്ങളെത്ര സൂക്ഷ്മതയുള്ളതായിരിക്കേണ്ടതാണ്, നിങ്ങളെത്രമാത്രം ജാഗരണത്തോടെ ഇരിക്കേണ്ടവരാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാം മാറി മറയും. ഒരു പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാകും. ഇന്നത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാകും. പത്രോസ് എഴുതിയ കാലത്ത് ആർക്കും മനസ്സിലാവുകയില്ലായിരുന്നു, ആർക്കും മനസ്സിലാവുകയില്ല. ഇന്ന് ഇതാ ബോംബുകൾ സംഭരിച്ചു വച്ചിരിക്കുന്നു. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ഇതുവരെ നമുക്ക് ഭൂമിയിലായിരുന്നു യുദ്ധം. ഭൂമിയിൽ ഇതിലെ ടാങ്കുകൾ കൊണ്ടും മിസൈൽ കൊണ്ടുള്ള യുദ്ധമായിരുന്നു. എന്നാൽ ഇനിയത്തെ യുദ്ധം ഒരുപക്ഷെ ബഹിരാകാശത്തിലായിരിക്കും. ബഹിരാകാശത്തിലെ ഭീകരമായ യുദ്ധങ്ങളായിരിക്കും. എല്ലാം കത്തി അഴിഞ്ഞു പോകും, എല്ലാം തീയിൽ വെന്ത് വെണ്ണീറാകും. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഒരു പുതിയ ആകാശം ഒരു പുതിയ ഭൂമി ഉണ്ടാകും. വെളിപ്പാട് 21-ന്റെ നമ്മൾ കാണുന്നു, ഒരു പുതിയ ആകാശം പുതിയ ഭൂമിയും കണ്ടു. ഒരു പുതിയ ആകാശം പുതിയ ഭൂമിയും ഉണ്ടാകും. ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, മാറ്റവുമില്ല. എല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും. ഒരു പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാകും. ഇന്ന് ഭൂമി ഒരു മൺകട്ട പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. മൺകട്ട, ഒരു ഗോളാകൃതിയുള്ളൊരു മൺകട്ട. എന്നാൽ അങ്ങ് ബഹിരാകാശത്ത് നിന്ന് വലിയൊരു കരിമ്പാറ പോലെ, കരിമ്പാറയല്ല, ഭൂമിയേക്കാൾ എത്രയോ ഇരട്ടി വലിപ്പമുള്ള ഒരു ചിഹ്നഗ്രഹം പാഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. അത് വന്നിട്ട് ഏത് ദിശയിലാണ് വരുന്നത് അറിഞ്ഞുകൂടാ. ഒരുപക്ഷേ ഭൂമിയുടെ നേരെയാണോ വരുന്നത് അറിഞ്ഞുകൂടാ. ഭൂമിയുടെ നേരെയാണ് വരുന്നതെങ്കിൽ ഈ വലിയ ചിഹ്നഗ്രഹം വന്ന് ഭൂമിയിലടിച്ചാൽ, ഒരു കരിമ്പാറ വന്ന് ഒരു മണ്ണാങ്കട്ടയിൽ വീണാൽ എങ്ങനെ ഉടഞ്ഞു പോകുമോ അതുപോലെ ഭൂമി തകർന്നു പോകും. ഭൂമി തകർന്നാൽ പിന്നെ നാം ആരെങ്കിലും ഉണ്ടോ? ഭൂമിയിൽ മനുഷ്യനുണ്ടോ? എല്ലാം തീരും. വലിയൊരു അഗ്നിപ്രളയം വരാൻ പോകുന്നു, വലിയൊരു തീജ്വാല പടരാൻ പോകുന്നു. മനുഷ്യതൊന്നും അറിയുന്നില്ല. ഇന്നത്തെ സ്ഥിതിയിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ ഈ ലോകത്ത് സംഭവിക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ആരെ അയക്കേണ്ടു, ആര് നോക്കേണ്ടി പോകും? ഈ കാര്യങ്ങൾ വിളിച്ച് പറയാൻ എനിക്ക് ആരുണ്ട് എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. സ്വർഗത്തിൽ വിളിച്ചു പറയുകയാണ്, ഞാൻ ആരെ അയക്കേണ്ടു, എനിക്ക് വേണ്ടി പോകാൻ ആരുണ്ട്, ഞാൻ ആരെ അയക്കേണ്ടു? ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കരച്ചിലാണത്, സ്നേഹത്തിൻ്റെ രോദനമാണത്. ഞാൻ ആരെ അയക്കേണ്ടു? എനിക്ക് വേണ്ടി പോകാൻ ആരുമില്ലല്ലോ. എല്ലാവരും താങ്കളുടെ കാര്യം മാത്രം നോക്കുന്നല്ലോ, എല്ലാവരും പാവത്തിൽ ജീവിക്കുന്നല്ലോ, എല്ലാവരും അശുദ്ധ ശീലങ്ങളിൽ മുഴുകിയിരിക്കുന്നല്ലോ, അശുദ്ധ സ്വഭാവത്തിൽ മുഴുകിയിരിക്കുന്നല്ലോ, ആർക്കും ദൈവഭയം ഇല്ലല്ലോ. അനേക കുടുംബങ്ങളിൽ നിന്ന് നരകമായി തീർന്നിരിക്കുന്നല്ലോ. കുടുംബങ്ങളിൽ ഛിദ്രതയും കുടുംബത്തിൽ വഴക്കും പിണക്കവും നടമാടിക്കൊണ്ടിരിക്കുന്നു.
ദൈവമേ, കോളേജുകളിലെല്ലാം ഇന്ന് സമരങ്ങളും ബഹളങ്ങളും കത്തിക്കുത്തുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ കർത്താവേ, എന്താണ് ഇതിൻ്റെ അവസാനം? ഈ ജനത്തെ ഒന്ന് ഉപദേശിക്കാൻ, ക്രിസ്തുവിലേക്ക് തിരിയുക എന്ന് പറയുവാൻ ഞാൻ ആരെ അയക്കേണ്ടു? ആര് നമുക്ക് വേണ്ടി പോകും? ദൈവത്തിന് സ്തോത്രം. ഇത് കേൾക്കുമ്പോൾ എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, ഇതാ ഇവിടെ ഒരാളിരിപ്പുണ്ട്, പാപിയായ ഒരു മനുഷ്യനോട് ഇരിപ്പുണ്ട്. എൻ്റെ പാപം പോക്കാൻ കുരിശിൽ വെച്ച് രക്ഷക, നിൻ്റെ സന്നിധിയിലേക്ക് ഞാനിതാ വരുന്നു. എൻ്റെ പാപം പോക്കുവാൻ കുരിശിൽ ജീവൻ ത്യജിച്ച രക്ഷകനായ വിശുദ്ധമ്പുരാനെ, നിൻ്റെ അരികിലേക്ക് ഞാനിതാ വരുന്നു. നിൻ്റെ ദാഹം തീർക്കാൻ ഞാനിതാ വരുന്നു. നിനക്ക് വേണ്ടി ഓടാനും നിനക്ക് വേണ്ടി പറയാനും ഞാനിതാ വരുന്നു. നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനിതാ വരുന്നു. നിനക്ക് വേണ്ടി ദൂതറിയിക്കാൻ ഞാനിതാ വരുന്നു. നിനക്ക് പകരമായി ദൂതറിയിക്കാൻ ഞാനിതാ വരുന്നു. നിൻ്റെ പ്രതിനിധിയായി നിൽക്കാൻ ഞാനിതാ വരുന്നു. നിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നിൽക്കാൻ ഞാനിതാ വരുന്നു. നിൻ്റെ ഒരു അംബാസഡറായി നിൽക്കാൻ ഞാനിതാ വരുന്നു. കർത്താവേ, ഞാനിതാ വരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ തീ നിങ്ങളുടെ ഉള്ളിൽ കത്തണം. സുവിശേഷത്തിന് തീയ, വചനം പറയാനുള്ള ദാഹം നിങ്ങളുടെ ഉള്ളിൽ കത്തണം. നിങ്ങൾ പറയും, എനിക്ക് കഴിവില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് വചനം പറയാൻ അറിയാൻ പാടില്ല, വേദപുസ്തകം വായിക്കാറുണ്ട്, പക്ഷേ അതൊന്നും എൻ്റെ ഉള്ളിലേക്ക് കടക്കാറില്ല, എനിക്ക് മനസ്സിലാകാറില്ല. അവിടെ ഇവിടെയൊക്കെ വായിച്ചു പോകും, അത്രയേ ഉള്ളൂ. ചടങ്ങ് പോലെ വേദപുസ്തകം വായിക്കുന്നവരുണ്ട്. കർത്താവേ, എനിക്ക് വേറൊന്നും അറിയാൻ പാടില്ല, ഞാൻ എന്ത് പറയാനാണ്, എവിടത്തെന്ന് പറയാനാണ്? ആരെങ്കിലും വാക്ക് കേൾക്കുമോ? ആരെങ്കിലും സ്വീകരിക്കുമോ? പ്രിയപ്പെട്ടിട്ട് അങ്ങനെയല്ല. ആത്മാവിൻ്റെ തീയോടുകൂടി നിങ്ങൾ പുറപ്പെട്ടാൽ മതി. പറയേണ്ടത് കർത്താവ് നാവിൽ വരച്ചു തരും. ആത്മാവിന് തീയോടെ പുറപ്പെടണം. ആത്മാവിന് തീ ഉള്ളിൽ കത്തണം. യേശു ക്രിസ്തുവിൻ്റെ അഗ്നിജ്വാല വഹിച്ചുകൊണ്ട് നിങ്ങൾ ഓടണം. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ തീ നിങ്ങളുടെ ഉള്ളത്തിൽ ജ്വലിച്ചുകൊണ്ട് നിങ്ങൾ പോകണം. നിങ്ങൾ പോയി നാനാദേശങ്ങളിലേക്ക് പോകണം. വേണ്ട, നിങ്ങളുടെ അയൽപക്കത്തുള്ള വീടുകളിലേക്ക് പോകണം. അല്ല, വേണ്ട, നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ളവരോട് നിങ്ങൾ സാക്ഷ്യം പറയണം. നിങ്ങളുടെ വീട്ടിലുള്ളവരോട്, നിൻ്റെ ഭാര്യയോട് പറയാം, നിൻ്റെ ഭർത്താവിനോട് പറയാം. കണ്ടോ, ഞാൻ ഇത്രയും നാൾ കോപിച്ച ഒരു മനുഷ്യനല്ലേ, നിനക്കറിയാൻ പാടില്ലേ? എപ്പോഴും ഞാൻ കോപിക്കുകയും വഴക്കടിക്കുകയും ചെയ്യുന്ന മനുഷ്യനല്ലേ? എൻ്റെ സ്വഭാവത്തിലുള്ള മാറ്റം വന്നു, നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഉണ്ട്, കുറച്ച് മാറ്റമൊക്കെ കാണുന്നുണ്ട്. അതാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. സ്വഭാവത്തിൽ മാറ്റമുണ്ട്. കോപം മാറി, എൻ്റെ വഴക്ക് മാറി, എൻ്റെ കലഹ സ്വഭാവം മാറി, എൻ്റെ വീട്ടിൽ സമാധാനമായി. നിനക്ക് മനസ്സിലാകുന്നില്ലേ? സ്വന്തം ഭാര്യയോട് പറയണം, സ്വന്തം ഭർത്താവിനോട് പറയണം. ഞാൻ എപ്പോഴും ശണ്ടയിടുന്നൊരു സ്ത്രീയല്ലായിരുന്നോ? എപ്പോഴും വാശി പിടിക്കുകയും കോപിക്കുകയും ചെയ്യുന്നൊരു സ്ത്രീയല്ലായിരുന്നോ? നമുക്കറിയാൻ പാടില്ലേ? പലപ്പോഴും നമ്മൾ ആഹാരം മേശപ്പുറത്ത് വെച്ചിട്ട് ആഹാരം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ വഴക്ക് തുടങ്ങിയതുകൊണ്ട് ആഹാരം കഴിക്കാൻ എഴുന്നേറ്റ് പോയ ദിവസങ്ങളില്ലേ? നിങ്ങൾക്കറിയാൻ പാടില്ല ഇതെല്ലാം. ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്കറിയരുതോ? ഞാൻ എൻ്റെ സ്വഭാവം മാറി നിങ്ങൾ കണ്ടില്ലേ? പറയണം, ചെന്ത് പറയണം. എല്ലാ സ്ഥലത്തും പോയി പറയണം. അവരുടെ വീടുകളിൽ പറയണം. അടുത്ത അയൽവക്കത്തെ വീടുകളിൽ പോയി പറയണം. പറയാമല്ലോ? സാധിക്കില്ലേ? സാധിക്കും. നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുന്നവരോട് പറയണം. നിങ്ങളുടെ കോളേജ് ക്ലാസ്സിൽ പഠിക്കുന്നവരോട് പറയണം. നിങ്ങളുടെ റൂംമേറ്റിനോട് പറയണം. നിങ്ങളുടെ ഒരു റൂമിൽ താമസിക്കുന്ന വേറെ കുട്ടികളുണ്ട്, അവരോട് പറയണം. നിങ്ങളുടെ കൊളീഗ്സിനോട് പറയണം. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് പറയണം. പറയാമല്ലോ? പ്രിയപ്പെട്ടവർ, എന്താ പറയേണ്ടത്? അനുഭവം വേണം. അനുഭവമില്ലാതെ പറയുന്നത് എങ്ങനെയാണ്? അനുഭവം വേണം. യെശയ്യാ പ്രവാചകൻ വലിയൊരു ദർശനം കണ്ടു. എന്താണ് ദർശനം? യെശയ്യാ പ്രവാചകന്റെ ദർശനം നമുക്ക് വായിക്കാം. 6-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കാം. ഊസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. സ്രാപ്യമാലാഖമാര് നിത്യനായ ദൈവത്തിൻ്റെ ചുറ്റും നിന്നുകൊണ്ട് ദൈവം പരിശുദ്ധൻ 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 എന്ന് ആഘോഷത്തോടെ അട്ടഹസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ വിശുദ്ധ കുർബാനയിൽ നിന്ന് പറയുമല്ലോ, നാം അട്ടഹസിച്ച് പറയണം. മദ്ബഹായിൽ നിന്നുള്ള കൽപ്പനയാണ്. നാം അട്ടഹസിച്ച് പറയണം. പയ്യെ പറഞ്ഞാൽ പോരാ, നാം അട്ടഹസിച്ച് പറയണം. എന്താണ് അട്ടഹസിച്ച് പറയുന്നത്? പിതാവും പുത്രനും പരിശുദ്ധറുഹായുമായവൻ വന്ദിക്കപ്പെട്ടനും സ്തുതിക്കപ്പെട്ടനുമാകുന്നു. ആദ്യം മുതൽ തലമുറകൾ വരെയും തനിക്ക് സ്തുതി, ഹാലേലുയ്യ. ഇതാണ് അട്ടഹസിച്ച് പറയേണ്ടത്. അങ്ങനെ പറയണമെന്നാണ് മദ്ബഹായിൽ നിന്നുള്ള കൽപ്പന. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇവിടെ സാറാപ്പുകൾ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് യെശയ്യാ പ്രവാചകൻ കണ്ടു. പിന്നെ 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ, എനിക്ക് അയ്യോ കഷ്ടം. ഈ പരിശുദ്ധനായ ദൈവത്തെ യെശയ്യാവ് കണ്ടു. സ്വർഗീയ സമാധാനത്തിലും സന്തോഷത്തിലും സ്വർഗീയ വിശുദ്ധിയിലും തേജസ്സോടെ വിളങ്ങുന്ന നിത്യനായ ദൈവത്തിൻ്റെ ഉജ്ജ്വലമായ ദർശനം യെശയ്യാ പ്രവാചകനുണ്ടായി. യെശയ്യാ പ്രവാചകൻ നോക്കി, സാറാപ്പുകൾ 2 ചിറകുകൊണ്ട് മുഖം മൂടിയിരിക്കുന്നു. ദൈവത്തെ നോക്കാൻ അവർക്ക് പേടിയാണ്. മുഖം മൂടി. 2 ചിറകുകൊണ്ട് കാൽ മൂടി. ഭൂമിയിൽ നോക്കുന്ന മനുഷ്യൻ ദൈവത്തെ കാണുന്നതിന് തടസ്സമായി ഞങ്ങളുടെ കാല് തീരരുത്. 2 ചിറകുകൊണ്ട് കാല് മൂടി. ഞങ്ങളുടെ കാലിലേക്ക് നോക്കി ഈ മനുഷ്യൻ ആശ്വാസം പ്രാപിക്കരുത്. ഞങ്ങളല്ല ആശ്വാസം കൊടുക്കുന്നത്, സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ട് കാല് മൂടി.
2 ചിറകുകൊണ്ട് പറന്നു നിന്നു. എന്നിട്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് സ്രോഫേ മാലാഖമാർ ആഘോഷത്തോടെ ആരവാരത്തോടെ അട്ടഹസിച്ച് പറയുകയായിരുന്നു. അപ്പോൾ യെശയ്യാവ് ഈ സ്വർഗീയ ദർശനം കണ്ടപ്പോൾ, പരിശുദ്ധനായ ദൈവത്തെ കണ്ടപ്പോൾ യെശയ്യാവിന് തോന്നി, അയ്യോ, ഞാൻ ഇത്ര നാളും പ്രവചിച്ചു, ഇത്ര നാൾ ഞാൻ സുവിശേഷം പ്രസംഗിച്ചു, ഇത്ര നാൾ ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു, ഇത്ര കാലവും ഞാൻ പള്ളിയിൽ പോയി ഞങ്ങൾ വിശുദ്ധ കുർബാന ചൊല്ലി, എൻ്റെ ദൈവമേ ഞാൻ എന്തെല്ലാം ചെയ്തു, ഇത്രയും കാലം ഞാൻ പല പല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ ഞാൻ ശുദ്ധിയില്ലാത്ത അതിനുള്ള മനുഷ്യനായി പോയല്ലോ. ഞാൻ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്നൊക്കെ ഞാൻ പറഞ്ഞു, പ്രവചിച്ചു. നിങ്ങൾ പാപം ചെയ്താൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്നൊക്കെ പറഞ്ഞയാളാണ്, പക്ഷേ ഞാൻ പാപിയാണല്ലോ, എൻ്റെ ചുണ്ട് അശുദ്ധമാണല്ലോ. ഈ അശുദ്ധമായ ചുണ്ടുകൊണ്ടല്ലേ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ കർത്താവേ, തെറ്റുപറ്റിപ്പോയല്ലോ. ശ്രാപ്പികളെ കണ്ട് ഏശായ എന്നുള്ള പാട്ടൊക്കെ ഞാൻ പാടി, പക്ഷേ എൻ്റെ ചുണ്ട് അശുദ്ധമായിരുന്നല്ലോ. അശുദ്ധമായ ചുണ്ടുകൊണ്ടല്ലേ ഞാൻ തിരുവചനം വായിച്ചത്, അശുദ്ധമായ ചുണ്ടുകൊണ്ടല്ലേ എൻ്റെ കർത്താവേ ഞാൻ നിനക്ക് സ്തുതി പാടിയത്, അശുദ്ധമായ ചുണ്ടുകൊണ്ടല്ലേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചത്, അശുദ്ധമായ ചുണ്ടുകൊണ്ടല്ലേ മദ്യം പകർന്ന ചുണ്ടുകൊണ്ടല്ലേ കർത്താവെ പുകവലിച്ച ചുണ്ടുകൊണ്ടല്ലേ കഞ്ചാവ് പോയി പിടിച്ച ചുണ്ടുകൊണ്ടല്ലേ ഞാൻ ദൈവമേ നീ പരിശുദ്ധനാവെന്ന് പറഞ്ഞത്. അയ്യോ, തെറ്റുപറ്റിപ്പോയല്ലോ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. യെശയ്യാ പറയുകയാണ്, പാവബോധം വരുന്നു, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിനിടയിൽ ഞാൻ വസിക്കുന്നു. ഞാനും നശിച്ചു, എൻ്റെ ചുറ്റുപാടുമുള്ളവർ നശിച്ചു പോയിരിക്കുന്നു. എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായ കുറ്റബോധം കിട്ടുകയാണ്. പ്രവാചകന് യഥാർത്ഥമായ കുറ്റബോധം കിട്ടി. ഞാൻ പാപി എന്നുള്ളൊരു ബോധം കിട്ടി. ഇതുവരെയും ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്തത് പാപത്തോടുകൂടിയായിരുന്നുള്ളതായ ബോധം കിട്ടി. ഞാൻ എൻ്റെ ഭാര്യയോട് കോപിക്കുകയും ദൈവത്തിന് വചനം പ്രസംഗിക്കുകയും ചെയ്തു, ഫലമെന്ത്? ഞാൻ എൻ്റെ മക്കളോട് കോപിക്കുകയും ഞാൻ ദൈവത്തിന് വചനം പ്രസംഗിക്കുകയും ചെയ്തു, ഫലമെന്ത്? എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നില്ല, എൻ്റെ കോപം മാറിയില്ല, എൻ്റെ കലഹ സ്വഭാവം മാറിയില്ല, എൻ്റെ ശാപവാക്കുകൾ മാറിയില്ല, എൻ്റെ പ്രാകുന്ന വാക്കുകൾ മാറിയില്ല, എൻ്റെ അസഭ്യമായ സംസാര രീതി മാറിയില്ല. ഞാൻ പലരെയും പരിഹസിച്ച് പോയിട്ടുണ്ട്, ഈ നാവ് കൊണ്ട് പരിഹസിച്ച് പോയിട്ടുണ്ട്. എൻ്റെ കർത്താവേ, എനിക്ക് പേടിയാകുന്നു. ഈ കണ്ണ് അരുതാത്ത പടങ്ങളൊക്കെ കണ്ടുപോയിട്ടുണ്ട്. കർത്താവേ, എനിക്ക് ഭയമാകുന്നു. ഈ നാവ് അരുതാത്ത വാക്കുകൾ പറഞ്ഞ് ചിലരെ ദുഷിച്ചിട്ടുണ്ട്. കർത്താവേ, എനിക്ക് പേടിയാകുന്നു. അയ്യോ, ഞാൻ നശിച്ചു, എനിക്ക് അയ്യോ കഷ്ടം. ഇതുവരെയും മറ്റുള്ളവരോട് നിനക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ യെശയ്യാവ് ഇപ്പോൾ പറയുന്നു, എനിക്ക് അയ്യോ കഷ്ടം. സ്തോത്രം. ശരിയായ മാനസാന്തരം അതാണ്. ഇതുവരെയും പ്രസംഗിച്ചു, സൺഡേ സ്കൂൾ പഠിപ്പിച്ചു, വനിതാ സമാജം നടത്തി, യുവജന പ്രസ്ഥാനങ്ങളിൽ പ്രസംഗിച്ചു, ശരി. ഇതുവരെയും ദൈവത്തിന് വേല ചെയ്തു. പെരുന്നാളിൽ മെഴുകുതിരി കത്തിച്ച് പിടിച്ചുകൊണ്ട് റാസയിൽ പങ്കെടുത്തു. പെരുന്നാളിൽ ഗീതങ്ങൾ പാടിക്കൊണ്ട് റാസയിൽ പങ്കെടുത്തു. യജമാനന്മാർ വന്നേരത്തുനിന്നുള്ളതായി ഗീതമെല്ലാം പാടിക്കൊണ്ട് റാസയിൽ പങ്കെടുത്തു. ഇതുവരെയും ഇതെല്ലാം ഞാൻ ചെയ്തു. പക്ഷേ അയ്യോ, എൻ്റെ നാവ് ഇത് പറയാൻ യോഗ്യമല്ലല്ലോ. എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുടെ ജനത്തിനിടയിൽ ഞാൻ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ. വായിക്കാം. എൻ്റെ കണ്ണ് സൈന്യങ്ങൾ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഈ കണ്ണ് അശുദ്ധി കണ്ടിരുന്ന കണ്ണാണ്, ചീത്ത പടം കണ്ട കണ്ണാണ്, അശുദ്ധ ചിത്രങ്ങൾ കണ്ട കണ്ണാണ്, ഇത് ബ്ലൂ ഫിലിം കണ്ട കണ്ണാണ്. കർത്താവെ, അസൂയയോടെ നോക്കിയ കണ്ണാണ്, കോപം സ്ഫുരിക്കുന്ന ഓട്ടമുണ്ടായിരുന്ന കണ്ണാണ്. എൻ്റെ കർത്താവ്, ഈ കണ്ണ് നിത്യനായ ദൈവത്തിൻ്റെ തേജസ് കണ്ടുപോയല്ലോ. അയ്യോ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതാണ് പാപബോധം, ഇതാണ് യഥാർത്ഥമായ കുറ്റബോധം. ഈ കുറ്റബോധം വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ സംഭവം നടക്കും. എന്താണത്? അപ്പോൾ സാറാഫുകൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. സ്രാഫ്യ മാലാഖമാരിൽ ഒരു മാലാഖ കൊടിൽ കൊണ്ട് സ്വർഗത്തിലെ തീജ്വാലയിൽ നിന്ന് ഒരു കനലെടുത്തു. ആ തീക്കനൽ കൊടിൽ കൊണ്ട് പിടിച്ചു. സ്വന്തം കൈ കൊണ്ട് തൊടാൻ നിർവാഹമില്ല, ഭയമാണ്. ആ മാലാഖ സ്വർഗത്തിന് തീക്കനൽ കൊടിൽ കൊണ്ട് പിടിച്ചിട്ട് എൻ്റെ അടുക്കലേക്ക് പറന്നു വന്നു. ദ്രുതഗതിയിൽ വരികയാണ്. എന്താ കാരണം? ഒരു പാപി മാനസാന്തരപ്പെട്ടിരിക്കുന്നു. പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്രവാചകന് മാനസാന്തരം വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരുന്ന പ്രവാചകന് മാനസാന്തരം വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് മറ്റുള്ളവരെ ശാസിച്ചുകൊണ്ടിരുന്ന പ്രവാചകന് മാനസാന്തരം വന്നിരിക്കുന്നു. അതുകൊണ്ട് മാലാഖ അപ്പോൾ തന്നെ പറന്നു വരികയാണ്. ഒട്ടും താമസമില്ല. അനുദപിച്ചു കഴിഞ്ഞാൽ പറന്നു വരും. നാം കുറ്റബോധത്തോടെ എൻ്റെ കർത്താവേ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ പറന്നു വരും. എൻ്റെ കർത്താവേ എനിക്ക് പാവം വന്നുപോയി എന്ന് പറഞ്ഞാൽ പറന്നു വരും. മാലാഖ കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് പറന്നു വന്നു, ദ്രുതഗതിയിൽ പറന്നു വന്നു. എന്നിട്ട് ആ കൊടിലിലെ തീക്കനൽ യെശയ്യാവിൻ്റെ ചുണ്ടിനെ തൊടുവിച്ചു. സ്തോത്രം. ഇതുവരെ അശുദ്ധി പറഞ്ഞുകൊണ്ടിരുന്നതായ ചുണ്ട്
ഇതുവരെയും മറ്റുള്ളവരെ ശപിച്ചുകൊണ്ടിരുന്ന ചുണ്ട്, നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞ ചുണ്ട്, ആ ചുണ്ടിൽ സ്വർഗത്തിന് തീക്കനൽ തൊടുവിച്ചു. സ്തോത്രം. ഏതാണ് ഈ സ്വർഗത്തിന് തീക്കനൽ? പ്രിയപ്പെട്ടവരെ, ഏതാണത്? കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്വർഗത്തിന് തീജ്വാല യേശു ക്രിസ്തുവാണ്. സ്വർഗത്തിന് തീക്കനൽ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാണ് ഈ തീക്കനൽ. നിങ്ങൾക്ക് ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് പറയാം, കർത്താവേ, എൻ്റെ അശുദ്ധി ബാധിച്ച എൻ്റെ അവയവങ്ങളിലൊക്കെയും ആ തീക്കനലും തൊടണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ അശുദ്ധി പറ്റിയ എൻ്റെ ശരീരഭാഗങ്ങളിലൊക്കെയും ആ തീക്കനലും തൊടണമേ. ആ സ്വർഗത്തിന് തീക്കനൽ എന്നെയും തൊടണമേ. എനിക്ക് യോഗ്യതയുണ്ടായിട്ടില്ല ഞാൻ പറയുന്നത്. എൻ്റെ കർത്താവേ, എനിക്ക് അർഹതയില്ല. ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. ഞാൻ നശിച്ചു. എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുടെ ജനത്തിനുള്ളിൽ ഞാൻ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ. സാറാഫുകൾ തൻ തീക്കനലിലെടുത്ത് കൊടിൽ കൊണ്ടുവന്ന് പറന്നു വന്ന് എൻ്റെ അധരത്തെ തൊട്ടു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എന്താണ് സംഭവിച്ചത്? അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ, ഇത് ഈ തീക്കനൽ നിന്റെ അധരത്തെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ തീക്കനൽ യേശു ക്രിസ്തു നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിലേക്ക് വന്നാൽ, അവയവങ്ങളിൽ അവയെ നിക്ഷേപിച്ചതിനാൽ പിതാക്കന്മാർ പാടും, ഈ ശരീരത്തിൽ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരം നിക്ഷേപിച്ചാൽ, യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം തൊടിയിച്ചാൽ, യേശു ക്രിസ്തു ആ തീജ്വാല തീക്കനൽ നമ്മുടെ ശരീരത്തിൽ തൊട്ടാൽ അകൃത്യം നീങ്ങും, പാപപരിഹാരം വരും, വന്നുപോയ പാപങ്ങളെല്ലാം ക്ഷമിക്കും. സഹോദരങ്ങളെ, ഞാൻ ഏങ്ങടിച്ച് കരഞ്ഞിട്ടുണ്ട്. അതിവേദനയോടെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. കർത്താവേ, ഞാൻ പ്രകടമായ പാപം ചെയ്തില്ലെങ്കിലും, പ്രകടമായ പാപം എന്ന് പറയുന്ന കാര്യങ്ങളിലൊന്നും ചെയ്യാനിടയാവുന്നില്ല എങ്കിലും എൻ്റെ ഹൃദയത്തിൽ പാപമുണ്ടല്ലോ കർത്താവേ. എൻ്റെ ഹൃദയത്തിൽ തീക്കനലും തൊടണമേ. എൻ്റെ ഹൃദയത്തിൽ അശുദ്ധ വികാരങ്ങളുണ്ടായിരുന്നല്ലോ. എൻ്റെ ഹൃദയത്തിൽ ചിലരോട് ഇഷ്ടക്കുറവുണ്ടായിരുന്നല്ലോ. ചിലരോട് എനിക്ക് പരിഭവം ഉണ്ടായിരുന്നല്ലോ. ചിലരോട് എനിക്ക് പരാതി ഉണ്ടായിരുന്നല്ലോ. ചിലരെക്കുറിച്ച് എനിക്ക് ചില മുൻവിധികളുണ്ടായിരുന്നല്ലോ. എൻ്റെ കർത്താവേ, അശുദ്ധ ചിന്തകളുണ്ടായിരുന്നല്ലോ, അശുദ്ധ മോഹങ്ങളുണ്ടായിരുന്നല്ലോ, ദ്രവ്യാഗ്രഹം ഉണ്ടായിരുന്നല്ലോ, അഹങ്കാരം ഉണ്ടായിരുന്നല്ലോ, സ്വാർത്ഥതയുണ്ടായിരുന്നല്ലോ. ഞാൻ നന്നായി എണ്ണി പറഞ്ഞു. ഓരോന്ന് പറഞ്ഞിട്ട് ഞാൻ ഏങ്ങലടിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അധികം താമസിച്ചില്ല, സ്വർഗത്തിന് തീക്കനൽ വന്ന് ഈ സാധുവായ മനുഷ്യനെ തൊട്ടു. ഹല്ലേലൂയ. സ്വർഗത്തിന് തീജ്വാല വന്ന് എൻ്റെ മേൽ ആളി പടർന്നു. എൻ്റെ സിരകളിലൂടെ ആ തീ ഒഴുകി. എൻ്റെ ശരീരത്തിൻ്റെ രക്തധമനികളിലൂടെ യേശുക്രിസ്തുവിൻ്റെ രക്തം ഒഴുകി. ദൈവത്തിന് സ്തോത്രം. ഇത് വെറും നിസ്സാരമായ കാര്യമല്ല ഈ പറയുന്നത്. നിങ്ങൾ കേട്ടുകൊള്ളൂ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്ന് അനുഭവിച്ചാൽ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യനെന്ന് നിങ്ങൾ പറഞ്ഞാൽ, എനിക്ക് അധരം മാത്രമല്ല കർത്താവേ, എൻ്റെ ശരീരത്തിൽ പല അവയവങ്ങളിലും അശുദ്ധി പറ്റിയിട്ടുണ്ട്. നിങ്ങൾ പറയൂ, എൻ്റെ ഈ ശരീരത്തിൽ അശുദ്ധി പലയിടത്തും സംഭവിച്ചു പോയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വന്ന പൈസയിൽ അശുദ്ധിയുണ്ട്, അഴുക്കുണ്ട്. ഇത് കൈക്കൂലി വാങ്ങിയ കൈയാണ്, അഴിമതിക്ക് കൂട്ടുനിന്ന കൈയാണ്, കൊള്ളരുതായ്മയ്ക്ക് പൈസ മേടിച്ച കൈയാണ്. എൻ്റെ കർത്താവേ, കള്ളക്കച്ചവടം നടത്തിയ കൈയാണ്, കൊള്ളലാഭം ഉണ്ടാക്കിയ കൈയാണ്. അഴിമതി, എൻ്റെ കർത്താവേ, അനേകം തെറ്റുകൾ സംഭവിച്ച കൈയാണ്. അരുതാത്തയിടത്തേക്ക് തൊട്ട കൈയാണ്, അരുതാത്തയിടത്തേക്ക് പിടിച്ച കൈയാണ്. എൻ്റെ കർത്താവേ, ഈ കൈ അശുദ്ധമാണ്. നിങ്ങളുടെ ഓരോ അവയവം പ്രതിയായിട്ട് കർത്താവോട് പറയണം, കർത്താവേ, എൻ്റെ ദൈവമേ, അമിത പലിശ വാങ്ങിയ കൈയാണ്, അമിത പലിശ വാങ്ങി. കർത്താവേ, ഇതെല്ലാം പാവമാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. തെറ്റുകളിലേറെ സംഭവിച്ചു പോയി. എൻ്റെ കർത്താവേ, ഞാൻ എങ്ങനെ തിരുത്താനാണ്? ഇപ്പോൾ നാഥ, ഞാൻ അനുതാപത്തോടെ വരുന്നു, നിൻ്റെ സന്നിധിയിലേക്ക് ഞാനിതാ വരുന്നു. കർത്താവേ, നിൻ്റെ ആ സ്വർഗീയ തീക്കനൽ ഇപ്പോൾ എൻ്റെ നാവിനെയും തൊടുവിക്കണമേ. എൻ്റെ ശരീരത്തിൽ അശുദ്ധി പറ്റ എല്ലാ അവയവങ്ങളിലും, അശുദ്ധി പിടിച്ച എല്ലാ അവയവങ്ങളിലും നിൻ്റെ ആ സ്വർഗീയ തീക്കനലും തൊടണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ഇന്ന് നിങ്ങൾക്ക് പാപമോചനം പ്രാപിച്ച് സന്തോഷത്തോടെ എഴുന്നേറ്റ് പോകാം. അങ്ങനെ തന്നെ കണ്ട് പ്രാർത്ഥിച്ച് തീക്കനൽ തൊടുവിച്ച് കഴിഞ്ഞപ്പോൾ ഇനി കർത്താവ് പറയുകയാണ്, ഇനി ഞാൻ ആരെ അയക്കേണ്ടു? ആര് നോക്കു വേണ്ടി പോകും? യെശയ്യാവ് പറഞ്ഞു, കർത്താവേ, തീക്കനലിനെ തൊട്ടില്ലേ, എന്നെ നീ ശുദ്ധീകരിച്ചില്ലേ, ഞാൻ പോകാം. അടിയനെ അയക്കണമേ. ഹല്ലേലൂയ. കർത്താവിൻ്റെ തീക്കനൽ തൊടാതെ വചനം പറയാൻ പോകരുത്. പാപമോചനം പ്രാപിക്കാതെ വചനം പറയാൻ പോകരുത്. പാപക്ഷമ പ്രാപിക്കാതെ വല്ലതും പറഞ്ഞ് നാം പ്രസംഗമാണെന്ന്, വചന സൂക്ഷിയാണെന്നും പറഞ്ഞ് നാം ആരും ഇറങ്ങി പുറപ്പെടരുത്. സൂക്ഷിക്കണം. തെറ്റുകൾ വന്നതെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കമിഴ്ന്ന് കിടന്ന് കരഞ്ഞ് മുട്ടിമേലിൽ നിലവിളിച്ച് പാപമോചനം പ്രാപിച്ചിട്ട് വേണം ദൈവത്തിന് വേല ചെയ്യാനിറങ്ങാൻ. സ്തോത്രം. അവൻ തന്നോട് ഇരിപ്പാനും പ്രസംഗിക്കേണ്ടത് നയിപ്പാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അവർക്ക് അധികാരം കൊടുത്തു. ശിഷ്യന്മാർക്ക്, അപ്പോസ്തലന്മാർക്ക് അധികാരം കൊടുത്തു. എന്തിന്? 1, തന്നോട് ഇരിക്കുക. 2, തന്നോടിരിപ്പാനും. പിന്നെന്താണ്? പ്രസംഗിക്കേണ്ടത് നയിപ്പാനും. പിന്നെന്താണ്?
ഭൂതങ്ങളുടെ മേൽ അധികാരം ഉണ്ടാകുവാനും. ഇത് മൂന്ന് നമുക്ക് ലഭിക്കും. ഒന്നാമത് വേണ്ടത് തന്നോട് ഇരിക്കുക എന്നുള്ളതാണ്. യേശുവിനോട് ഇരിക്കുന്നില്ലെങ്കിൽ നമുക്ക് പ്രസംഗിക്കാൻ അവകാശമില്ല. യേശുവിനോട് ഇരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തിന് വചനം പറയാൻ അവകാശമില്ല, അധികാരമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്തെല്ലാമാണ് നടക്കുന്നത്? പാപത്തിൽ മുഴുകിക്കൊണ്ട് സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നു, പാപത്തിൽ മുഴുകിക്കൊണ്ട് കുർബാനയിൽ പങ്കെടുക്കുന്നു, പാപത്തിൽ മുഴുകിക്കൊണ്ട് തൂക്കുറ്റി വീശുന്നു, പാപത്തിൽ മുഴുകിക്കൊണ്ട് തിന്മകൾക്ക് കൂട്ടുനിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു, കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെ സ്വർഗ്ഗത്തിന് തീക്കനൽ തൊടുവിക്കുകയും യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക് വരികയും നിങ്ങളെ തൻ്റെ വേല ഫലമേൽപ്പിക്കുകയും ചെയ്യും. ഞാൻ ആരെ അയക്കേണ്ടു? ആര് നമുക്ക് വേണ്ടി പോകും? ഹല്ലേലൂയ! സ്വർഗത്തിൻ്റെ വിളിയാണത്. ഞാൻ ആരെ അയക്കേണ്ടു? ആര് നമുക്ക് വേണ്ടി പോകും? പാതാളത്തിൻ്റെ വിളി എന്താണ്? ആ ലാസറിനെ ഒന്ന് ഭൂമിയിലേക്ക് അയക്കണമേ. എൻ്റെ 5 സഹോദരന്മാർ അവർ ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ അവരോട് ലാസർ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ സാക്ഷ്യം പറയട്ടെ. അത് പാതാളത്തിൻ്റെ നിലവിളിയാണ്. എന്നാൽ സ്വർഗത്തിൻ്റെ നിലവിളി എന്താണ്? അതും ഒരു നിലവിളിയാണ്. ഞാൻ ആരെ അയക്കേണ്ടു? ആര് നമുക്ക് വേണ്ടി പോകും? എനിക്ക് മക്കളില്ലല്ലോ. ആരെയാണ് ഞാൻ അയക്കുന്നത്? വിശുദ്ധന്മാരില്ലല്ലോ. യഹോവയെ രക്ഷിക്കണമേ. ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. വിശുദ്ധന്മാർ ദൈവപുത്രന്മാരിൽ കുറഞ്ഞു പോകുന്നു. വിശ്വസ്തന്മാർ കുറഞ്ഞു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. യഹോവയെ രക്ഷിക്കണമേ. ഭക്തന്മാരില്ലാതെ പോകുന്നു. വേലയുണ്ട്, പക്ഷേ വേലക്കാരില്ല. സാക്ഷാത്തായ വേലക്കാരില്ല. സാക്ഷാത്തായ വേല ചെയ്യാനുള്ള ആളുകളില്ല. ദൈവത്തിന് സ്തോത്രം. പ്രസംഗിക്കാൻ ആളുകൾ കാണും, പക്ഷേ ആത്മാവിൻ്റെ തീയോടുകൂടി, തീ ജ്വാലയോടുകൂടി യേശു ക്രിസ്തുവിൻ്റെ വചനം ശക്തിയായി പറയുവാൻ തക്ക വേലക്കാരില്ലാതെ പോയിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഒരു ദുർഗതിയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാരുടെ കാലം എങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ. സെൻറ്റ് പോൾ സകലവും ത്യജിച്ച് ഓടി ഇറങ്ങി, എല്ലാം വിട്ടു, പദവികൾ വിട്ടു, ഉയർന്ന വിദ്യാഭ്യാസത്തിൻ്റെ മേന്മകളൊന്നും അവകാശം പറയാനില്ല എന്ന് തീരുമാനിച്ചു. വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ യേശു മതി, യേശു മതി, യേശുവിനെ ഉയർത്തണം, യേശുവിനെ സാക്ഷിക്കണം, യേശുവിന് വഴി ഓടണം. അന്നത്തെ അപ്പോസ്തലന്മാർ യേശുവിന് വഴി ഓടി. അവർ കിട്ടിയത് രക്തസാക്ഷി മരണമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. പിൽക്കാല ചരിത്രം നോക്കിയാൽ, ക്രൈസ്തവ സഭയുടെ ചരിത്രം നോക്കിയാൽ രക്തസാക്ഷികളുടെ ഒരു നിര നമുക്ക് കാണാം. കർത്താവിന് വേണ്ടി ത്യാഗം സഹിച്ചവർ, കർത്താവിന് വേണ്ടി നിന്നയേറ്റവർ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം. യേശുവേ, ഇന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. എൻ്റെ നാഥ, ഇന്ന് നിൻ്റെ തീക്കനലിനെ തൊടുവിക്കണമേ. തീ ജ്വാല എൻ്റെ അധരങ്ങളിൽ തൊട്ട് എനിക്ക് ശുദ്ധീകരണം തരണമേ. എൻ്റെ ഓരോ അവയവങ്ങളും തൊടണമേ. അശുദ്ധി പറ്റാത്ത അവയവങ്ങളിലൊക്കെ നിൻ്റെ തീ ജ്വാല തൊടണമേ. എന്നെ വിശുദ്ധീകരിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? കർത്താവിന് സ്തോത്രം. ഇന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വചനം കേട്ട് നിങ്ങളുടെ മേൽ കർത്താവിന് തീ ഇറങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന് തീ നിങ്ങളുടെ മേൽ ഇറങ്ങുമെന്ന് നിങ്ങൾ വിശ്വസിക്കൂ. പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ അഗ്നി നിങ്ങളുടെ മേൽ പകരും. ആത്മാവിന് തീ നിങ്ങളുടെ മേൽ പകരും. ആത്മാവിന് തീ ജ്വാല നിങ്ങളുടെ മേൽ പകർന്ന് അനേകരിലേക്ക് സംക്രമിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ ദർശനം ലഭിക്കും, പുതിയ കാഴ്ചപ്പാട് ലഭിക്കും, പുതിയ വീക്ഷണഗതി ലഭിക്കും. നിങ്ങൾക്ക് ഒരു പുതിയ ദിശാബോധം ലഭിക്കും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി കർത്താവ് പറഞ്ഞു തരും. നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് വസിച്ചുകൊണ്ട് നിങ്ങൾ നേർപ്പാതയിൽ നടത്തും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവെന്ന് ഒരു വാക്ക് പറയിൽ നിന്ന് കേൾക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്നെ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരട്ടെ. ഹൃദയങ്ങളെ തുറക്കുവീൻ. തുറക്കുമോ നിങ്ങൾ? ഇന്ന് നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുവീൻ. യേശുവിനോട് പറയുവീൻ, യേശുവേ, ഇത്രയും കാലം ഞാൻ വെറുമയിൽ ജീവിച്ചു പോയി, ഞാൻ വ്യർത്ഥമായി ജീവിച്ചു പോയി, ഇത്രയും കാലം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇന്ന് ഞാനിതാ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. നാഥാ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഈ സാധു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഈ പാപിയായ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. മഹാപാപിയായ എന്നോട് നീ കരുണ തോന്നണമേ. മിശിഹ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെക്കൂടെ നീ ഓർത്തുകൊള്ളണമേ. ഹല്ലേലൂയ. നിങ്ങൾ ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്? അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ ഇരിക്കുന്ന ഇരിപ്പിൽ ആ പ്രാർത്ഥനകൾ ചൊല്ലുക. ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ പ്രാർത്ഥിക്കൂ. നിങ്ങൾക്ക് വാസ്തവമായ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം പ്രാർത്ഥിച്ചാൽ മതി. തീ ഇറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം പ്രാർത്ഥിച്ചാൽ മതി. വാസ്തവമായി തീ കെട്ട് നിങ്ങൾ തുടരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ പറഞ്ഞു തരാം. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. കരുണയുള്ള കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണമേ. കരുണയുള്ള കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണമേ. മഹാഭാവിയാവും നീ ഏറ്റു പറയുന്നു. ഞാൻ മഹാഭാവിയാവുന്നു ഏറ്റു പറയുന്നു. എന്റെ അധരങ്ങൾ മാത്രമല്ല, എന്റെ അധരങ്ങൾ മാത്രമല്ല, ഓരോ അവയവങ്ങളിലും പാപമുണ്ട് നീ ഏറ്റു പറയുന്നു. എന്റെ ഹൃദയത്തിലെ ഓരോ അവയവങ്ങളും പാപമുണ്ടെന്ന് ഏറ്റു പറയുന്നു. എന്റെ കർത്താവേ, എന്റെ കർത്താവേ, ക്രൂശിൽ ചൊരിഞ്ഞ തിരുരക്തത്താൽ പാപക്കറകൾ കഴുകുമെന്ന് എന്റെ പാപക്കറകൾ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തം യേശുക്രിസ്തുവിന്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു.
ശുദ്ധീകരിക്കുന്നെന്ന് എന്നെ ശുദ്ധീകരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. യേശുനാഥ, യേശുനാഥ, എന്നോട് മനസ്സലിയണമേ. എന്നോട് മനസ്സലിയണമേ. എന്റെ പാപങ്ങൾ കണക്കിടരുതേ. എന്റെ പാപങ്ങൾ കണക്കിടരുതേ. കീറിക്കളയണമേ. എന്റെ കടച്ചീട്ട് കീറിക്കളയണമേ. സ്വീകരിക്കണമേ. എന്നെ നീ സ്വീകരിക്കണമേ. ഇപ്പോൾ തന്നെ എന്റെ യേശുവേ, എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. തരണമേ. എനിക്ക് സമാധാനം തരണമേ. സ്വർഗരാജ്യം തരണമേ. സ്വർഗരാജ്യം തരണമേ. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ളതായി അർഹത തരണമേ. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള അർഹത തരണമേ. എന്നെ ഒരു വിശുദ്ധനാക്കി തീർക്കണമേ. എന്നെ ഒരു വിശുദ്ധനാക്കി തീർക്കണമേ. കർത്താവേ, എന്റെ കർത്താവേ, നീ അനുഗ്രഹിക്കണമേ. എന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുത്തെ പ്രിയമക്കൾ സമർപ്പിച്ചതും സമർപ്പണവാക്യം പറഞ്ഞതെല്ലാം ഇവിടുന്ന് കേട്ടുവല്ലോ, കണ്ടുവല്ലോ. കരുണയുള്ള കർത്താവേ, നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. തീരുമാനമെടുക്കുകയും ചെയ്യുന്ന സമർപ്പിക്കുകയും ചെയ്തവരുടെ മേൽ തൃക്കരം വെച്ച് ആശീർവദിക്കണമേ. കർത്താവേ, തിരക്തത്താൽ എല്ലാ തിന്മകളും മാറ്റി വിശുദ്ധീകരിച്ച് ഈ മക്കളെ സമാധാനത്തോടെ പറഞ്ഞയക്കണമേ. കുടുംബസമാധാനം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തോടെ വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.